ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു 3 ലെയർ മാസ്ക് എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാം എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ന്യൂ നോർമൽ ആണല്ലോ മാസ്ക് നമ്മുടെ എവറിഡേ ലൈഫിൽ. അപ്പോൾ ആദ്യം നമുക്ക് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മാസ്ക് ഒന്ന് നോക്കാം. ആദ്യത്തേത് ഇത് കണ്ടോ, നമ്മുടെ സർജിക്കൽ മാസ്ക് ആണ്. പിന്നെ ഉള്ളത് ഇതുപോലത്തെ ബനിയൻ ടൈപ്പ് മെറ്റീരിയൽ വെച്ചിട്ടുള്ള മാസ്ക് ആണ്, സ്ട്രെച്ചബിൾ ആണ്. പിന്നെ മറ്റൊന്നുള്ളത് ഇതുപോലെ തന്നെ ക്ലോത്ത് മെറ്റീരിയലിൻ്റെ തന്നെ, അതും 1 ലെയർ മാസ്ക് ആണ്. പിന്നെ ഉള്ളത് ഇതുപോലെ 5 ലെയർ മാസ്ക് ആണ് വിത്ത് ഫിൽറ്ററൊക്കെ ആയിട്ട്. ഇതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള മാസ്ക് ഒക്കെ ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. ഇതല്ലാണ്ട് ഒത്തിരി നല്ല വേറെ വെറൈറ്റി ടൈപ്പ് ഓഫ് മാസ്ക് ഒക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു സിമ്പിൾ മാസ്ക് ഉണ്ടാക്കാൻ. ഇതൊരു 3 ലെയർ മാസ്ക് ആണ്. ഇത് കോട്ടൺ മെറ്റീരിയലാണ്, അപ്പം കുറച്ചുകൂടെ നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ ഇത് നമ്മുടെ വീട്ടിലുള്ള മെറ്റീരിയലൊക്കെ വെച്ച് തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ പിള്ളേരുടെ ഡ്രസ്സിൻ്റെ മെറ്റീരിയലോ പീസിൻ്റെ മെറ്റീരിയലോ. Hey guys, welcome to our channel Walkie Talkie, through the walks and talks of our life. ആദ്യം ഈ മാസ്കിൻ്റെ ടെംപ്ലേറ്റ് നമുക്കൊരു പേപ്പറിൽ കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 26 സെൻറ്റിമീറ്റർ ഡയമീറ്ററുള്ള ഒരു പ്ലേറ്റ് എടുത്ത് ഈ പേപ്പറിൻ്റെ മേലെ വെച്ചിട്ട് അത് വെച്ചിട്ട് ഒരു സർക്കിൾ വരച്ച് അത് കട്ട് ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഇപ്പം നമ്മളിൽ ഈ 26 സെൻറ്റിമീറ്റർ ഡയമീറ്ററുള്ള പ്ലേറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു കോമ്പസിന് 13 സെൻറ്റിമീറ്റർ റേഡിയസ് വെച്ചിട്ടും സർക്കിൾ വരച്ച് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പം നമുക്ക് ആദ്യം ഇമ്പോർട്ടൻറ്റ് ഈ ഒരു 26 സെൻറ്റിമീറ്റർ, കാരണം നമ്മളൊരു വലിയ ആൾക്കാർക്ക് ഇതായിരിക്കും കറക്റ്റ് സൈസ്. അപ്പോൾ 26 ഡയമീറ്ററിൻ്റെ ഇതുപോലെ ഞാനൊരു സർക്കിൾ കട്ട് ചെയ്തെടുക്കണം ആദ്യം. പിന്നെ നമ്മൾ ഇങ്ങനെ ടെംപ്ലേറ്റ് കട്ട് ചെയ്ത് വെക്കുന്നതിൻ്റെ യൂസ് എന്ന് വെച്ചാൽ പിന്നെ നമുക്ക് എപ്പോഴും വേണമെങ്കിലും ഈ ഒരു ടെംപ്ലേറ്റ് വെച്ച് തന്നെ നമുക്ക് തുണിയിൽ ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, ഞാനിവിടെ ഈ സർക്കിൾ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കിതിന് ഹാഫായിട്ട് മടക്കാം. പിന്നെ അതിനെ ഒന്നും കൂടെ ഹാഫായിട്ട് മടക്കണം. ഇത് ഇതുപോലെ മടക്കിയെടുക്കണം. ഈ ഒരു മിഡിൽ പോർഷനിൽ നിന്ന് നമുക്കൊരു 4 സെൻറ്റിമീറ്റർ മെഷർ ചെയ്ത് മാർക്ക് ചെയ്ത് വെക്കാം. അതുപോലെ ഇവിടെ നിന്ന് ഒരു 8 സെൻറ്റിമീറ്റർ എവിടെ നിന്ന് മെഷർ ചെയ്യുമ്പോഴാണോ നമുക്ക് 8 സെൻറ്റിമീറ്റർ കിട്ടുന്നത്, ആ ഒരു പോയിന്റ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ 8 സെൻറ്റിമീറ്റർ മാർക്കണം. പിന്നെ അതുപോലെ ഒരു കർവ്ഡ് എന്തെങ്കിലും ഒരു ഇപ്പോൾ പ്ലേറ്റ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഒരു 2 പോയിന്റിനെയും കൂടെ ഇതുപോലെ ജോയിൻ ചെയ്യുവാണ്. അപ്പോൾ നമുക്കൊരു കറക്റ്റ് ആർച്ച് കണക്കുള്ളൊരു സംഭവം കിട്ടും. കണ്ടോ, ഇനി ഈ ഒരു പോർഷൻ നമ്മൾ കട്ട് ഔട്ട് ചെയ്ത് മാറ്റുവാണ്. എന്നിട്ട് അതിൻ്റെ ബാക്കി വരുന്ന സംഭവമാണ് നമുക്ക് ഇവിടെ മാസ്ക് ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പോൾ ഇതാണ് നമുക്ക് മാസ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ടെംപ്ലേറ്റ്. ഇനി ഇത് ഞാൻ ഈ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഇത് പഴയ ഒരു ഡ്രസ് മെറ്റീരിയലാണ്. അപ്പോൾ അതിൽ ഞാൻ ഈ ടെംപ്ലേറ്റ് വെച്ചിട്ട് ഈ അളവിന് ഒരു 3 പീസ് ഞാൻ കട്ട് ഔട്ട് ചെയ്ത് എടുക്കുവാണ്. കണ്ടോ, 3 പീസ് ഇവിടെ ഞാൻ കട്ട് ഔട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കതിൽ ഒരു പീസ് മാറ്റി വെച്ചേക്കാം, അത് നമുക്ക് പിന്നീട് മതി. ഇപ്പം ആദ്യം നമുക്ക് ഇത് രണ്ടും കൂടെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഏത് മെറ്റീരിയലും അകവശവും പുറവശവും കാണും. അപ്പം നമുക്ക് പുറകു വശമാണ് നമുക്ക് മാസ്ക് ഉണ്ടാക്കുമ്പോൾ മുമ്പിൽ കാണേണ്ട. അപ്പം 2 അകവശവും ഒരുമിച്ചല്ല, ഇതുപോലെ പുറത്തേക്ക് വെച്ചിട്ട് വേണം നമ്മൾ തയ്ച്ചെടുക്കാൻ. അപ്പോൾ അതിനുശേഷം നമ്മൾ എല്ലാ സൈഡും തയ്ച്ചിട്ട് തിരിച്ചിടുമ്പോഴത്തേക്കും കറക്റ്റ് നമ്മുടെ പുറം വശം തന്നെ പുറത്ത് കിട്ടും. അപ്പോൾ ആദ്യം ഈ സൈഡ് ഒന്ന് തയ്ച്ചെടുക്കുക. പിന്നെ അതുപോലെ തന്നെ അടുത്ത ഈ ഒരു സൈഡും തയ്ച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ഈ 2 സൈഡും തയ്ച്ചിട്ട് വരാം. ഇപ്പോൾ ഈ 2 സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ മിഡിൽ പാർട്ട് വെച്ചിട്ട് നമ്മളിങ്ങനെ നിവർത്തി ഇങ്ങനെ ഈ സ്റ്റിച്ച് ചെയ്ത പാർട്ട് നടുക്ക് വരണം. ആക്ച്വലി ഫൈനൽ രൂപത്തിൽ വരുമ്പോഴത്തേക്കും ഈ സ്റ്റിച്ച് ചെയ്ത പാർട്ടാണ് നമ്മളിങ്ങനെ നടുക്ക് വരുന്നത്. ഇപ്പം നമുക്ക് ആ ഒരു 3rd ലെയർ അല്ലേ, അതും കൂടെ സ്റ്റിച്ച് ചെയ്ത് വെക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ നിവർത്തി ഇടുന്നത്. ഇപ്പം നമ്മൾ ആ 3ാമത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ ഒരു ലെയർ എടുത്തിട്ട് ഇങ്ങനെ അളവ് പിടിച്ച് കണ്ടോ, ഇതിൻ്റെ സെൻറ്റർ പാർട്ടും മറ്റേ സെൻറ്റർ പാർട്ടും കൊണ്ട് ലൈനപ്പ് ചെയ്ത് വെക്കണം. ഇനി നമുക്കിതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കണ്ടോ, നേരെ ഹാഫായിട്ട് നമ്മൾ ഇവിടം വെച്ചിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുവാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇത് വീണ്ടും പഴയതുപോലെ നിവർത്തിയിട്ടിട്ടുണ്ട്. എന്നിട്ട് കണ്ടോ, നമ്മൾ ആ കട്ട് ചെയ്ത പീസ് വേണ്ട ഇതുപോലെ ലൈനപ്പ് ചെയ്ത്, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കട്ട് ചെയ്തതെന്ന് മനസ്സിലായല്ലോ അല്ലേ? കാരണം നമ്മൾ ആ തയ്ച്ച പോർഷനാണ് നടുക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ 2 സൈഡിലും അല്ലേ ഫ്ലാപ്പ് വരേണ്ടത്. അതുകൊണ്ടാണ് നമ്മളത് കട്ട് ചെയ്തത് ഇതുപോലെ
ഇവിടെ വെച്ച് ഈ ആ ഒരു നേരത്തെ തയ്ച്ച പോർഷൻ വെച്ച് നമ്മൾ തയ്ച്ചെടുക്കണം. അതുകൊണ്ടാണ് ഞാനത് കട്ട് ചെയ്തെടുത്തത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഈ 4 പീസും കൂടെ ഒരുമിച്ച് വെച്ചത് ഇതുപോലെ 4 പീസും കൂടെ ലൈനായിട്ട് പിടിച്ച് വെച്ചിട്ട് നമ്മൾ തയ്ച്ചെടുക്കുവാണ്. നാലും കൂടെ നമ്മൾ വെച്ച് തയ്ച്ചു കഴിഞ്ഞു. കണ്ടോ? ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഈ തയ്ച്ച ഭാഗത്തിന് നടുക്ക് കൊണ്ടുവരണം. നമ്മൾ നിവർത്തി അതിനെ നടുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ? ഇനി എല്ലാ സൈഡും കൂടെ നേരെ പിടിച്ച് വെക്കുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ മേളിലത്തെ പോർഷൻ ഫുള്ളും ഈ താഴത്തെ പോർഷൻ ഇതുവരെയും ഈ എൻഡ് പാർട്ട് നമ്മൾ തയ്ക്കത്തില്ല, തയ്ച്ചെടുത്തിട്ട് വരാം. ഈ എൻഡ് ഞാൻ ഓപ്പൺ ആക്കി ഇടുവാണേ. ഞാനിപ്പോൾ ഇവിടെ ആ ഒരു അറ്റൊഴികെ ബാക്കി എല്ലാ സ്ഥലവും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഈ ഹോൾ വഴി നമ്മൾ ബാക്കി ഉള്ളിലുള്ള തുണി മൊത്തം വലിച്ച് പുറത്തേക്കിടും. അതായത് നമ്മൾ നിവർത്തിയിടും. അപ്പോൾ സ്റ്റിച്ചൊക്കെ അകത്ത് പോവും, സ്റ്റിച്ചില്ലാത്ത ഭാഗം പുറത്ത് വരും. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പം ആ ഹോൾ വഴി എല്ലാം വലിച്ച് പുറത്തിടുവാണ്. അപ്പോൾ ആ പുറമേക്കുള്ളത് അകത്തും പോയി, അകത്തുള്ളത് പുറത്ത് വന്നു. അപ്പോൾ ഇത് നമുക്ക് കറക്റ്റ് ഫെയർ സൈഡ് പുറത്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ? നേരെ എല്ലാ സൈഡും കോർണേഴ്സൊക്കെ ചിലപ്പം ഉള്ളിലോട്ടിരിക്കും. അതൊക്കെ എന്തെങ്കിലും പെന്നെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തിട്ട് അത് നേരെ ആക്കണം. ഇനിയിപ്പോൾ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്യാൻ വിട്ട പാട്ടില്ലേ, അത് ഇതുപോലെ നിവർത്തി ആ ലൈനിൽ പിടിച്ചു വെച്ചിട്ട് അതും കൂടെ നമുക്കൊന്ന് തയ്ച്ചെടുക്കാം. നമ്മൾ അങ്ങനെ ഒന്ന് മടക്കി പിടിച്ചിട്ട് ആ ഫുൾ ലെങ്ത്തിൽ തയ്ച്ചെടുക്കുവാണ്. അപ്പോൾ കുറച്ച് സ്റ്റിഫായിട്ടിരിക്കുന്നുണ്ട്. ഫുൾ ലെങ്ത് നമ്മൾ തയ്ച്ചെടുക്കുവാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേ സൈഡും ഇതുപോലെ താഴ്വശവും നമുക്ക് ഇതുപോലെ തന്നെ ഫുൾ ആ ഒരു ലെങ്ത്തിൽ തയ്ച്ചെടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ നീറ്റ് ലുക്ക് കിട്ടും, കുറച്ചുകൂടെ സ്റ്റിഫായിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഇങ്ങോട്ട് നമുക്ക് തയ്ച്ചിട്ട് വരാം. ഞാനിതിപ്പോൾ കണ്ടോ 2 സൈഡും തയ്ച്ചു. കണ്ടോ? കുറച്ച് നല്ല നീറ്റായി 2 സൈഡിലും ആ തയ്യൽ വന്നപ്പോഴത്തേനും കുറച്ച് നല്ല നീറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ആ ഒരു ചെവിയിലോട്ട് കണക്ട് ചെയ്യേണ്ട ഇയർ ബാൻഡ്സ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ സെയിം മെറ്റീരിയലിൽ നിന്ന് തന്നെ ഒരു പീസ് തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നീളത്തിന് എന്താ പറയുക ഒരു 2-3 സെൻറ്റിമീറ്റർ വീതിയുള്ളത്. എന്നിട്ട് നമുക്കിതുപോലെ സൈഡ് അടിച്ച് അതിന് എന്താ പറയുക തിരിച്ചെടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇലാസ്റ്റിക് ബാൻഡൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇലാസ്റ്റിക് ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ എന്താ പറയുക ഈസി. അപ്പം ഞാനിവിടെ ഇലാസ്റ്റിക് യൂസ് ചെയ്യുന്നില്ല. ഞാനിത് ഈ മെറ്റീരിയൽ തന്നെ 2 ആ ഒരു ഇയർ ബാൻഡ് തയ്ച്ചെടുക്കുവാണ്. അതുകൊണ്ടോ 2 സൈഡും തയ്ച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു എന്താ പറയുക റീഫിൽ വെച്ചിട്ട് എല്ലാം തിരിച്ചെടുക്കണം, തിരിച്ച് നേരെ ആക്കി എടുക്കണം. ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് അയൺ ചെയ്തെടുക്കാം. ആദ്യം ആ മാസ്ക് നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാം. ഇയർ ബാൻഡ് കൊണ്ട് നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാം. അതിന് ഞാൻ നടുക്ക് സ്റ്റിച്ചിങ് വന്ന പോർഷൻ നടുക്കോട്ടാക്കിയിട്ടാണ് ഞാനത് അയൺ ചെയ്തെടുക്കുന്നത്. ഈ മാസ്കിൻ്റെ 2 സൈഡ് ഞാൻ ഇതുപോലെ മടക്കി വെച്ച് നമുക്കൊന്ന് തയ്ച്ചെടുക്കണം. കാരണം ഇതുവഴിയാണ് നമ്മൾ ആ ഇയർ ബാൻഡ് ഇൻസേർട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കൊന്ന് തയ്ച്ചെടുക്കാം. രണ്ട് സൈഡിലേയും തയ്ച്ചു കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു പിൻ വെച്ചിട്ട് നമുക്ക് ആ ഒരു വള്ളി ഇതുവഴി ഇൻസേർട്ട് ചെയ്യാം. 2 സൈഡിൽ ഇതുപോലെ ഇൻസേർട്ട് ചെയ്തിട്ട് ആ ഒരു ഞാൻ പറഞ്ഞില്ലേ ചെവിയിലോട്ട് മീൻസ് ഇത് നമ്മൾ ചെവിയിലോട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് നോക്കണം എത്ര ലെങ്ത്ത് വേണമെന്നുള്ള. എന്നിട്ട് അത് വെച്ചിട്ട് ബാക്കി എക്സ്ട്രാ പോർഷൻ കട്ട് ചെയ്തിട്ട് നമുക്ക് ആ ഒരു എൻ പോർഷൻ രണ്ടും വെച്ചിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കാം. 1-2 തയ്യലിട്ടാൽ മതി, കുഴപ്പമില്ല. ഇച്ചിരി തയ്യലൊക്കെ കാണുവാണെങ്കിൽ കുഴപ്പമില്ല. കാരണം ഇത് നമുക്ക് തയ്ച്ച് കഴിയുമ്പോഴത്തേനും നമ്മളിത് ഉള്ളിലാക്കിയിട്ട് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കും. ഇതിപ്പോൾ ഞാനിവിടെ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്, കണ്ടോ. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ
നമ്മളിപ്പോൾ ഈ ഒരു വള്ളി തയ്ച്ചില്ലേ, അപ്പോൾ അതിൽ തയ്യൽ പുറത്ത് കാണുന്ന പാട്ട് നമുക്ക് ഉള്ളിലോട്ടാക്കാം. ഇത് കണ്ടില്ലേ, ഇതിപ്പം പുറത്ത് നൂലൊക്കെ ആയിട്ട് നമുക്ക് ആ നൂലൊക്കെ കട്ട് ചെയ്തിട്ട് ഇതിനെ ഉള്ളിലേക്കാക്കണം. നമ്മുടെ ഈ വലിച്ചിങ്ങനെ ഇതിനെ ഇതുപോലെ ഉള്ളിലേക്കങ്ങ് ആക്കണം. ഉള്ളിലേക്കങ്ങ് ആക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ കുറച്ചും കൂടെ നീറ്റാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ 2 സൈഡിലില്ലേ, ഇവിടെയും ഇൻഫാക്ട് 4 സൈഡിലും ഇതുപോലെ ഒന്ന് ഇവിടെ അങ്ങനെ 4 സൈഡും നമുക്കൊന്ന് തയ്ച്ചെടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ അത് ഫേം ആയിട്ടിരിക്കും. അപ്പോൾ നമ്മൾ വലിച്ചാലും നമുക്ക് റഫ് യൂസിനാണെങ്കിലും അത് ഇളകി പോരത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ 3 ലെയർ മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇത് മൂവ് ചെയ്യുന്നില്ല, നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ട്. അപ്പോൾ ടെംപ്ലേറ്റ് ഉണ്ടെങ്കിൽ എത്ര മാസ്ക് ഉണ്ടെങ്കിലും നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. എനിക്കിത് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്. സർജിക്കൽ മാസ്ക് വയ്ക്കുമ്പോൾ എനിക്ക് നോസിൻ്റെ അവിടെ ഒരു ചെറിയ ഇച്ചിങ് ചൊറിച്ചിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ ഞാൻ കംഫർട്ടബിൾ ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ഫിറ്റിംഗ് കാണിച്ചു തരാം. അത് നല്ല കവറേജ് ഉണ്ട്. നമ്മളെ നോസിൻ്റെ പാർട്ടും ഫേസിൻ്റെ 2 സൈഡ്സൊക്കെ നന്നായിട്ട് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്